أهلا رمضان رمضان قد جئتنا بالغفران والرحمة والأحسان. أهلا رمضان أهلا. يلا يا ريتان. أهلا رمضان رمضان قد جئتنا بالغفران والرحمة والأحسان. أهلا رمضان أهلا قد جئت يا شهر الطاعات لتعيد جميل الصفات باليمن وبالبركات. أهلا رمضان أهلا ഞാൻ മാതാപിതാക്കളോട് ചോദിച്ചിട്ട് നിങ്ങളോ അല്ലെ മാതാപിതാക്കളാണോ അവരോട് ചോദിച്ചോക്ക് ഞാൻ എത്ര സമയം മൊബൈൽ ഉപയോഗിക്കുന്നുള്ളത്. ഞാൻ മൊബൈൽ ഉപയോഗിക്കുന്നതാണ് എന്റെ മക്കൾ കാണുന്നത് അല്ലെ. നമ്മുടെ വിശുദ്ധ വാചകമുണ്ടല്ലോ, നിങ്ങൾ പറയാത്ത കാര്യം എന്തിനാണ് കുട്ടികളെ കൊണ്ട് കലക്കുന്നത് അല്ലെ. നിങ്ങൾ പറയുന്ന കാര്യങ്ങളല്ലേ നിങ്ങൾ അവരോട് നിർബന്ധിക്കാൻ പാടുള്ളൂ. അപ്പൊ നമ്മൾ കാണിച്ചു കൊടുക്കേണ്ട ഒരു മാതൃകയുണ്ട്. രക്ഷകർത്താക്കളും അധ്യാപകരും കാണിച്ചു കൊടുക്കേണ്ട ഒരു മാതൃക നമ്മൾ അവർക്ക് നല്ലൊരു റോൾ മോഡലായി മാറിയിട്ടുണ്ട്. നമ്മൾ സ്ഥിരമായി മൊബൈൽ ഉപയോഗിക്കുന്നു, ആ മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് മക്കളോട് നിർബന്ധിക്കുന്നു. ഇത് ഒരിക്കലും ചെയ്യാൻ കഴിയില്ല. പ്രത്യേകിച്ച് പഴയ കാലത്തുള്ള പോലെയല്ല ഇന്നത്തെ കുട്ടികൾ. പഴയ കാലത്തൊക്കെ ഞങ്ങളൊക്കെ വീട്ടിലേക്ക് ആകുന്ന സമയത്ത് വീട്ടിന്റെ മുൻഭാഗത്ത് ഉപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ ആ ഭാഗത്ത് പോകില്ല. എന്ത് ചെയ്യും? നമ്മൾ പിന്നിലൂടെ പോകുള്ളൂ. ഇപ്പോഴത്തെ കുട്ടികളല്ല. ഇപ്പോഴത്തെ കുട്ടികൾ രക്ഷകർത്താക്കൾ ചെയ്യേണ്ടത് ഏറ്റവും നല്ല സുഹൃത്തായി രക്ഷകർത്താവ് മാറാനുണ്ട്, അതേപോലെ അധ്യാപകർ മാറാനുണ്ട്. പലപ്പോഴും സ്കൂളിൽ വരുന്ന പഴയ കാലത്തൊക്കെ സ്കൂളിൽ വരുന്ന അധ്യാപകർ രക്ഷകർത്താക്കളോട് പറയുന്ന കാര്യമുണ്ട്, ഞങ്ങൾക്ക് കിട്ടുന്ന കുട്ടികളെ 10 മണി മുതൽ 4 മണി വരെ ഞങ്ങളുടെ കയ്യിൽ കിട്ടുന്നുള്ളൂ, ബാക്കി എല്ലാ സമയത്തും കുട്ടികൾ വീട്ടിലാണ്. നമ്മൾ പറയുന്നത് വലിയൊരു കളവാണ്. കാരണം വെച്ചാൽ കെയർ ചെയ്യുന്നതോ പേഴ്സണലായിട്ട് അറ്റൻഷൻ കൊടുത്തതോ അത് നമുക്ക് പിന്നീട് തിരിച്ചു കിട്ടും. ഞാൻ ചന്ദ്രയിൽ പഠിപ്പിച്ചിരുന്ന കുട്ടിയെ ഞാൻ ഇതിനിടയിൽ ദുബൈയിൽ പോയപ്പോൾ കണ്ടു. അവൻ എന്നെ ബൈ ചാൻസിലാണ് കാണുന്നത്, ഞാൻ പോകുന്ന സമയത്താണ് കാണുന്നത്. അവരെന്നെ കണ്ട ഉടനെ തന്നെ അവൻ കാർ സ്റ്റോപ്പ് ചെയ്ത് വന്ന് കെട്ടിപ്പിടിച്ചോണ്ട് പറയാണ്, സാറേ എന്റെ ഈ ലെവലിലേക്ക് എത്തി സാറാണ്. ഞാൻ ചോദിച്ചു, ഞാൻ 10ാം ക്ലാസ് പരീക്ഷ പാസ്സായില്ല മോനെ? ഇല്ല, ഞാൻ പാസ്സായില്ല. ആദ്യ ഘട്ടത്തിൽ പാസ്സായില്ല, രണ്ടാമത്തെ ചാൻസിലാണ് ഞാൻ പാസ്സായത്. എന്നിരുന്നാലും സാറ് എന്റെ ഉമ്മയോട് പറഞ്ഞൊരു കാര്യമുണ്ട്. പ്രോഗ്രസ് കാർഡിൽ ഒപ്പിടാൻ വേണ്ടി വന്നപ്പോൾ ഉമ്മയോട് സാറ് പറഞ്ഞു, ഉമ്മയുടെ മകൻ വളരെ ഉഷാറുള്ള മകനാണ്, അവർ വളരെ എനർജിയുള്ള കഴിവുള്ള മകനാണ്, അവൻ ശ്രദ്ധിച്ചാൽ പാസ്സാകാൻ പറ്റും എന്നൊരു വാക്ക് ഉമ്മയോട് സാർ പറയുന്നു. അത് ഇപ്പോഴും വലിയ മനസ്സിലുള്ള സാറേ. അപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മുടെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ എല്ലാ കുട്ടികളും നല്ലവരാണ്. കുട്ടികളെ കുറിച്ച് നാം ഉണ്ടാക്കുന്ന ഒരു ധാരണ നമ്മുടെ സമൂഹത്തിലുള്ള പഴയ സമൂഹത്തിലെ കുട്ടികളല്ല, പുതിയ ന്യൂ ജെൻസ് ആണ്. അവര് ഇത്തരത്തിൽ നേരത്തെ സാറ് പറഞ്ഞ പോലെ മൊബൈൽ തന്നെ അഡിക്റ്റ് ആവാനുള്ള കാരണം ഞാൻ മനസ്സിലാക്കി, മിഠായി പോലെ ചുവപ്പും വെളുപ്പും മഞ്ഞയും കളറുള്ള ധാരാളം മിഠായികളുണ്ട്. അതേപോലെ മിഠായികളാണ് MDMA എന്ന രൂപത്തിൽ പുതിയതായി വരുന്നത്. അപ്പൊ ഇത്തരത്തിൽ കുട്ടികൾ ചോദിക്കുമ്പോൾ അത് മിഠായിയാണെന്ന് ചിലപ്പോൾ അധ്യാപകർക്ക് തെറ്റിദ്ധരിപ്പിക്കാം. പക്ഷെ ഇത് കൃത്യമായിട്ടുള്ള വിവരം കിട്ടിക്കഴിഞ്ഞാൽ, കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞാൽ എന്താണ് MDMA എന്ന് മനസ്സിലാക്കാൻ അധ്യാപകർക്ക് ഒരു അവസരം നൽകേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പ്രധാനമായും ഇവിടെ ഡീറ്റെയിലുകൾ പറയാനുള്ളത്. പിന്നെ സ്കൂൾ തലത്തിൽ ഇങ്ങനെ അധ്യാപകരുടേതായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയും ആ ഗ്രൂപ്പിൽ കുട്ടികളെ ഏറ്റവും നന്നായി പരിഗണിക്കാൻ പറ്റുന്ന അധ്യാപകർ അതിലേക്ക് ചേർത്ത് വെക്കുകയും വേണം. എന്ന് വെച്ചാൽ കുട്ടികളുണ്ടാകുന്ന മാറ്റങ്ങൾ അതേ സമയത്ത് പെട്ടെന്ന് തന്നെ അറിയുന്നുണ്ട്. സാധാരണ നമ്മളൊക്കെ പറയുന്നത്, ഞാൻ 12 വർഷത്തെ അധ്യാപകനായിരുന്നു. JSS ചന്ദ്രയിലുള്ള സമയത്താണ് ഞാൻ പോലീസിലേക്ക് പോകുന്നത്. ആ സമയത്ത് കുട്ടിയോട് നമ്മൾ എത്രമാത്രം, എനിക്ക് പറയാനുള്ള കാരണം പ്രത്യേകിച്ച് പറയാനുള്ളത്, നമ്മൾ ഏറ്റവും കൂടുതൽ ശകാരിക്കുകയും അടിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്ന കുട്ടികളാണ് നമുക്ക് പിന്നീട് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നത്. പഠിക്കുന്ന കുട്ടികളെ ഏറ്റവും മോശമായിട്ടുള്ള കുട്ടികൾ നമ്മൾ അവർ എത്രത്തോളം തലോടുന്ന മാറ്റങ്ങൾ, ഈ മരുന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുട്ടികളാകുന്ന മാറ്റങ്ങൾ വളരെ വ്യത്യസ്തങ്ങളാണ്. തീരെയും ഉണ്ടായിരിക്കുന്ന കുട്ടികൾ വളരെ പെട്ടെന്ന് തന്നെ അക്രമാസക്തമായിട്ടുള്ള രീതിയിൽ പോലും, ചോദ്യം ചെയ്യുന്ന രീതിയിൽ പോലും കുട്ടികൾ അധ്യാപകരോടും സമൂഹത്തിലാളോടും അവരുടെ സംശയം പ്രകടിപ്പിക്കുകയും അവർ ചോദ്യം ചെയ്ത രൂപത്തിലേക്ക് മാറുകയും ചെയ്തു. അപ്പൊ ഇങ്ങനെയുള്ള മരുന്നുകൾ ഉണ്ടാക്കുന്ന കുട്ടികളുണ്ടാകുന്ന സൈക്കോളജിക്കൽ ആയിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായി അറിയേണ്ടവരാണ് അധ്യാപകരായിട്ടുള്ള ഈ സമൂഹം എന്ന് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, എല്ലാ അധ്യാപകർക്കും ഈ കുട്ടികളുണ്ടാകുന്ന മാറ്റങ്ങൾ, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് അവർക്ക് അറിയിച്ചു കൊടുക്കുന്ന സംവിധാനം ബോധവൽക്കരണം നടത്തുന്നുണ്ട്. പിന്നെ മൂന്നാമതായി പറയാനുള്ളത്, ഇത്തരത്തിലുള്ള വസ്തുക്കൾ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയും. എത്ര ആളുകൾക്ക് MDMA കണ്ടാൽ തിരിച്ചറിയാൻ വേണ്ടി എനിക്കറിയില്ല, ഇവിടെ ആളുകൾക്ക് തിരിച്ചറിയാൻ വേണ്ടി എനിക്കറിയില്ല. അപ്പൊ ഈ മയക്കുമരുന്നിനെ കുറിച്ച് അവർക്ക് കാണിച്ചു കൊടുക്കുകയും ഈ മയക്കുമരുന്നിൽ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് ആ രീതിയൊക്കെ അവർ കൃത്യമായി കാണിച്ചു കൊടുക്കണം. കാരണം അത് ഉപയോഗിക്കുന്നില്ല, അത് അതിന്റെ ആളുകളല്ല.
പക്ഷെ അതിനെക്കുറിച്ചുള്ള ഒരു ബോധം എന്താണ് MDMA, അത് കണ്ടാൽ എങ്ങനെ തിരിച്ചറിയാം, അത് ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ആ കുട്ടികൾ ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള പഠനം, അതിനെക്കുറിച്ചുള്ള ഒരു ബോധവൽക്കരണം അധ്യാപകരാണ് നടത്തുന്നുണ്ട്. കാരണം കുട്ടികളുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും. ഒരുപക്ഷെ അധ്യാപകർക്ക് വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങളുടെ കാരണമായിട്ടാണ് മാറ്റം ഉണ്ടാകുന്നത്, ഒരിക്കലുമല്ല. ഇതുപോലെ നാർക്കോട്ടിക് ഡ്രഗ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് MDMA ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ സ്വഭാവശീലങ്ങളൊക്കെ മാറും. ഇതിനിടയിൽ ഏതാണ്ട് ഒരു 2 മാസം മുമ്പ് ഒരു അച്ഛൻ ഒരു മകനെ കൊണ്ട് എന്റെ വീട്ടിലേക്ക് വരികയാണ്. ഞാൻ റിട്ടയറിന് ശേഷം ആ അച്ഛൻ എന്നോട് പറയാണ്, എന്റെ മകൻ വീട്ടില് കുറെ 2-3 മാസങ്ങളായി രാത്രി വളരെ വൈകിയാണ് വീട്ടിലെത്തുന്നത്. വീട്ടിലെത്തുമ്പോൾ 2 മണി 3 മണിക്കാകുന്നത്. എന്നാൽ ഞാൻ ചോദിച്ചു, ആ സമയത്ത് നിങ്ങൾ പോലീസിനെയോ അല്ലെങ്കിൽ ഡോക്ടറെയോ കാണിച്ചു കഴിഞ്ഞാൽ അതെല്ലാം പരിഹാരം ഉണ്ടാകുമല്ലോ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അത് അവൻ കുട്ടിയോടൊപ്പം ടർഫിൽ പോവുകയും കളിക്കുകയുമാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇന്നലെ ഒരു അനിഷ്ടകരമായിട്ട് സംഭവം എന്റെ വീട്ടിലായി. ഞാൻ എന്താണ് ഉണ്ടായിട്ടുള്ളത്? അദ്ദേഹം പറയാണ്, എന്റെ 17 വയസ്സുള്ള മകൻ എന്നെ കോളർ പിടിച്ച് എന്റെ മുഖത്തടിച്ചു. ആലോചിച്ച് നോക്കുക, 52 വയസ്സുള്ള ഒരു പിതാവ് പറയാണ് 17 വയസ്സുള്ള മകൻ എന്റെ കോളർ പിടിച്ച് എന്റെ മുഖത്തടിച്ചു. ഇതെനിക്ക് സഹിക്കാൻ പറ്റിയില്ല സാറേ, അതുകൊണ്ടാണ് മകനെയും കൂടി എന്റെ വീട്ടിലേക്ക് വന്നത്. അങ്ങനെ ആ കുട്ടിയോട് ഞാൻ ചോദിച്ചു, അങ്ങനെ എന്താണ് ഇതിന് കാരണം? അപ്പൊ ആ കുട്ടി പറയാണ്, സ്കൂളിലൊക്കെ വളരെ അന്തർമുഖനായിട്ട് ഒരാളായിരുന്നു, ആരോട് സംസാരിക്കാത്ത ഒരാളായിരുന്നു. എന്നോട് എന്റെ സുഹൃത്തുക്കൾ പറഞ്ഞു, ഈ ഒരു സാധനം നീ ഉപയോഗിച്ചാൽ വളരെ ഉഷാറാകും, നിനക്ക് ഒരു എനർജി കിട്ടും, ആരോട് തന്റെ അടുത്തോട് പറയാൻ കഴിയും എന്നുള്ളൊരു അറിവ്, പുതിയ അറിവ് കിട്ടി കൊടുക്കാണ്. അങ്ങനെ കുട്ടി അറിയാതെ തന്നെ ഈ പറയുന്ന MDMA എന്ന മയക്കുമരുന്ന് ഉപയോഗിക്കാം. ആ കുട്ടി പറയാണ്, ഇന്ന് എനിക്ക് ആരോടും തന്റെ അടുത്തോട് എന്ത് വിളിച്ചു പറയാൻ കഴിയും. അവരുടെ കൂട്ടുകെട്ടുകളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പ്രത്യേകിച്ചും സ്കൂളിലത്തെ കുട്ടികളെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമുള്ള ആളുകളാണ് എന്റെ മുമ്പിലിരിക്കുന്നത്. പലപ്പോഴും സ്കൂൾ പരിസരങ്ങളിൽ നിന്ന് പോലും ഞങ്ങൾക്ക് ഈ മയക്കുമരുന്നിന്റെ ഉപയോഗത്തിന് വേണ്ടി പ്രാഥമിക ഘട്ടത്തിൽ അവർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ലഹരി മാഫിയയുടെ ആളുകൾ ആദ്യമായി ചെയ്യുന്നത് കഞ്ചാവ് ചുരുട്ടിയിരിക്കുന്ന പുകവലിക്കാൻ ഉപയോഗിക്കുന്ന സിഗരറ്റിന്റെ ഉള്ളിലത്തെ അതിലെ പുകയിലൊക്കെ കളഞ്ഞതിനു ശേഷം അതിലേക്ക് കഞ്ചാവ് തിരികൊണ്ട് ഈ സാധനം കുട്ടികൾക്ക് ഫ്രീ ആയി വലിക്കാൻ കൊടുക്കുന്നു. 1-2 സ്കൂളിന്റെ സമീപങ്ങളിൽ നിങ്ങൾക്ക് അത് പിടിക്കാനുള്ള അവസരം ഉണ്ടായിട്ട്. അപ്പൊ ഇത് അവർ ചെയ്യുന്നത് 1-2 ദിവസം ഫ്രീ ആയി കഞ്ചാവ് വലിക്കാനുള്ള അവസരമാണ് കുട്ടികൾക്ക് ലഭിക്കുന്നത്. അങ്ങനെ 2-3 ദിവസം കഴിയുമ്പോൾ കുട്ടികൾക്ക് ഇതില്ലാതെ നിൽക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കാൻ കഴിയില്ല, കുട്ടികൾക്ക് നിർബന്ധമായി വരുന്നു. അപ്പൊ അത് അവർ അടിക്കാതുള്ളവര് ഈ സൗജന്യമായി നൽകിയുള്ള ആളുകൾ പിന്നീട് ഇത് പണം കൊണ്ട് അവര് വാങ്ങാൻ നിർബന്ധിതരാക്കാണ്. അപ്പൊ ഇങ്ങനെ പണം കൊടുത്ത് വാങ്ങേണ്ട ഒരു അവസ്ഥ കുട്ടികൾക്കുണ്ടാകും. അപ്പൊ ഞാൻ പറയാനുള്ള കാരണം, ഈ കുട്ടികളുടെ സ്കൂളുമായി ബന്ധപ്പെടാത്ത ഒരാളുകളെയും സ്കൂളിന്റെ പരിസരത്ത് കാണാൻ വേണ്ടി പാടില്ല, നിർബന്ധപൂർവ്വമായിട്ടുള്ള നിയമം കർശനമാക്കേണ്ടതുണ്ട്. പലപ്പോഴും നമുക്ക് സ്കൂളുകളിലൊക്കെ ആന്റി റാഗിംഗ് സ്കൂളുകൾ ഉണ്ടാകാറുണ്ട്, പക്ഷെ ആന്റി നാർക്കോട്ടിക് സ്കൂളുകൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ സ്കൂളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇനി അങ്ങോട്ട് ആന്റി നാർക്കോട്ടിക് സ്കൂളുകൾ നിർബന്ധമായി ഉണ്ടാകുന്നതാണ് എന്ന് ഞാൻ എന്റെ ബഹുമാനപ്പെട്ട DD മുമ്പാകെ അഭ്യർത്ഥിക്കാം. അതോടൊപ്പം മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം, ഈ നാർക്കോട്ടിക് ഡ്രഗിനെ നമുക്ക് തടയിടാൻ വേണ്ടിയുള്ള 3 ഘട്ടങ്ങളായിട്ടുള്ള ഒരു പരിശ്രമം ഉണ്ടാകുന്നുണ്ട്. ഒന്ന് സ്കൂൾ ലെവലിൽ തന്നെ പരിശ്രമം ഉണ്ടാകുന്നുണ്ട്. സ്കൂളിൽ പോകുന്ന അധ്യാപകർക്ക് ഒരുപക്ഷെ കുട്ടികൾ അത്ര പോകുന്ന നാർക്കോട്ടിക് ഡ്രഗിനെ കുറിച്ച് അറിയില്ല. നമ്മുടെ മകരവിന്റെ സമയത്താണ് പിടികൂടിയിരിക്കുന്നത്. ആ സമയത്താണ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നപ്പോൾ അവര് മകരി വാങ്ങിക്കൊടുക്കുന്ന ശബ്ദം കേട്ടപ്പോൾ അവൻ പറഞ്ഞ്, സാറേ എനിക്ക് നമസ്കരിക്കണം, എനിക്ക് നമസ്കരിക്കാതെ ഒരു നിർവാഹമില്ല, അവൻ കഞ്ചാവ് അടിച്ചിട്ട് അവന്റെ കയ്യിൽ നിന്ന് MDMA കിട്ടിയിരിക്കുന്നു, എല്ലാം ഉണ്ട്, അവൻ പറയാനോട് നമസ്കരിക്കണം. അപ്പൊ ഈ മദ്രസയിൽ പഠിപ്പിച്ചിട്ട് ആ പാഠം അവന്റെ മനസ്സിൽ മനസ്സിലുണ്ട്. അവൻ പറഞ്ഞു നമസ്കരിക്കണം. ആയിക്കോട്ടെ, ഞാൻ നമസ്കരിക്കാനുള്ള എല്ലാ സൗകര്യം ഞാൻ ചെയ്തു കൊടുത്തു, കടലാസ് വിരിച്ചു, നമസ്കരിക്കാനുള്ള സമയം നമസ്കരിക്കാൻ തുടങ്ങി. അവർ നമസ്കരിക്കുന്ന അംഗശുദ്ധി, ഉദു എടുക്കേണ്ട കാര്യം, ഉദു എടുക്കാന്നുള്ള അംഗശുദ്ധി വരുത്തുന്നത്, അംഗശുദ്ധി അവർ വരുത്തിയിട്ടില്ല, എന്നാലും കുഴപ്പമില്ല, നമസ്കരിക്കേണ്ട വെച്ചാൽ നമസ്കരിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു. അങ്ങനെ മകര നമസ്കാരമാണ്. മകര നമസ്കാരം 3 റക്അത്തായിട്ട് അവൻ സലാമെടുത്ത് കാണുന്നില്ല, അവസാനിപ്പിക്കുന്നത് കാണുന്നില്ല. വീണ്ടും നമസ്കാരം തുടങ്ങിയാണ്. 5 റക്അത്താകുമ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. ഞാൻ പറഞ്ഞു, മോനെ ഇത് 5ാമത്തെ റക്അത്താണ് നമസ്കരിച്ചുകൊണ്ടിരിക്കുന്നത്, നീ അവിടെ നിർത്ത്. ഞാൻ പറഞ്ഞു വന്നത്, നമസ്കരിക്കണം എന്നുള്ള ബോധം അവന്റെ മനസ്സിലുണ്ട്, പക്ഷെ ഈ നമസ്കാരം കൊണ്ട് ഉണ്ടാകേണ്ടത് എന്ത് എന്ന ബോധം അവന്റെ മനസ്സിലാകുന്നത്. അപ്പൊ ഇത് നമ്മൾ ചെയ്യേണ്ട കാര്യം, കുട്ടികളായിരുന്നാലും മുതിർന്നവരായിരുന്നാലും നമ്മുടെ വിദ്യാഭ്യാസത്തിൽ ഒരു ഘട്ടം കഴിഞ്ഞാൽ അവർക്ക് ഇതൊക്കെ മറന്നു പോകുന്നുണ്ട്. ഇത് ഇടക്കിടക്ക് ഓർമ്മിപ്പിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ മതസമൂഹങ്ങളിൽപ്പെട്ട ആളുകൾക്കുണ്ട്. അപ്പൊ അത് അവർ നിർവഹിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കി, നമസ്കാരമായിരുന്നാലും നോമ്പായിരുന്നാലും മറ്റേത് ആരാധനകർമ്മമായിരുന്നാലും ഈ ആരാധന കർമ്മങ്ങളുടെ ചൈതന്യം എന്താണ്, അതിന്റെ ആത്മാവ് എന്താണ് എന്നത് നമ്മുടെ കുട്ടികൾക്ക് അറിയില്ല. ഞാനിത് പറയാനുള്ള കാരണം, ഏതാണ്ട് 3 വർഷം മുമ്പ് ഞാൻ കാസർഗോഡ് CA സമയത്ത് കാസർഗോഡ് ടൗണിൽ ഒരു ചെറുപ്പക്കാരൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ആ സമയത്ത് പ്രവാചകന്റെ കാലത്തുണ്ടായിരുന്ന ആളുകൾ മദ്യത്തിന് അടിപ്പെട്ടവരായിരുന്നു. അവരുടെ കവികൾ എഴുതിയിരിക്കുന്ന കവിതകളിൽ കാണാൻ വേണ്ടി കഴിയുന്നത്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ ശവശരീരം മുന്തിരിയുടെ വള്ളിയുടെ ചോട്ടിൽ അടക്കം ചെയ്യണം, അതിന്റെ ചാറെങ്കിലും എന്റെ ശവശരീരത്തിലേക്ക് കിട്ടിക്കൊണ്ട് ആ ഊർജ്ജം എനിക്ക് മരിച്ചു കഴിഞ്ഞാൽ കിട്ടിക്കൊണ്ടേയിരിക്കുമല്ലോ എന്ന അർത്ഥത്തിൽ കവിത എഴുതിയിരുന്ന ആളുകൾ ആ കാലഘട്ടത്തിലായിരുന്നു. അപ്പൊ ആ കാലഘട്ടത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഘട്ടമായിട്ടുള്ള നിരോധനങ്ങളിലൂടെ മദ്യം നിരോധിച്ചു. ആ മദ്യം നിരോധിച്ച സമയത്ത്
മധ്യത്തിന്റെ പുഴ ഒഴിക്കുന്നതാണ്. എന്ന് വെച്ചാൽ എന്താണോ അക്ഷരാർത്ഥത്തിൽ അവിടെ ഇറങ്ങിയിരിക്കുന്നത്, പ്രവാചകൻ എന്താണോ കിട്ടിക്കൊണ്ടിരിക്കുന്നത്, അത് അപ്പടി ജീവിതത്തിലേക്ക് പകർത്തുക എന്നുള്ള സ്വഭാവം ആ കാലഘട്ടത്തിൽ ആൾക്കുണ്ടായിരുന്നു. അപ്പൊ ഇന്നും ആ വിശുദ്ധ ഖുർആന്റെ വേദവാക്യങ്ങൾ ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ ആ വേദവാക്യങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു സമൂഹമാണ് ഇന്നില്ലാത്തത്. പലപ്പോഴും എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ മദ്രസകളിലും അതുപോലെ തന്നെ സ്കൂളുകളിലൊക്കെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ആരാധന നിർവഹിക്കണം എന്നതിനാണ് കൂടുതൽ പ്രാമുഖ്യം നൽകിയിരിക്കുന്നത്. ഉദാഹരണം നമസ്കാരം. ഓരോ മുസ്ലിമും 5 നേരം പള്ളിയിൽ പോയി നമസ്കരിക്കുന്നുണ്ട്. ഈ നമസ്കാരം എങ്ങനെ നിർവഹിക്കണമെന്ന് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അത് നാം സാധാരണ അറബിയിൽ പറയുന്ന കൈഫിയത്ത് സലാം, നമസ്കാരത്തിന്റെ ഘടന, കൈ എവിടെ കെട്ടണം, എങ്ങനെ റുക്കുവിലേക്ക് പോകണം, എങ്ങനെ ഓരോ സമയങ്ങളിൽ എന്തൊക്കെ ചെയ്യണമെന്ന് നമസ്കാരത്തിൽ പഠിപ്പിച്ചു കൊടുക്കുന്നത്. എന്നാൽ ഈ നമസ്കാരത്തിന്റെ ഉദ്ദേശം എന്താണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കാത്തത് വളരെ പ്രധാനപ്പെട്ട കാരണമാണ്. നമസ്കാരത്തിന്റെ ഉദ്ദേശമായി വിശുദ്ധ പറയുന്നത് ഇന്ന സ്വലാത്ത് തൻഹാനിൽ ഫഹ്ശാഇൽ മുൻകർ, നമസ്കാരം കുറ്റകൃത്യങ്ങളിലും ചീത്ത കാര്യങ്ങളിൽ നിങ്ങൾ തടയണം. നാം ഓരോരുത്തരും ആലോചിക്കട്ടെ, ഈ ഒരു ഉത്ബോധനം നമ്മുടെ കുട്ടികൾക്ക് ചോദ്യം പ്രസക്തമാണ്. പലപ്പോഴും ഞങ്ങൾക്ക് ഉത്തരമുണ്ടാകാറില്ല. അതല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി എനിക്ക് പറയാനുള്ളത്, നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിലും ആ വിശ്വാസ പ്രമാണങ്ങളോടുള്ള യോജിച്ചുള്ള പ്രവർത്തനങ്ങൾക്ക് നമ്മൾ കൂട്ടുനിൽക്കുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത് കേൾക്കാൻ നമുക്കില്ലാത്തതാണ്. ഇവിടെ ഉദ്ഘാടന സമ്മേളനം അതിഅവസാനിക്കുന്ന മഹത്വത്തിലുള്ള ഈ വലിയ ഉദ്ഘാടന സമയമായി അതിനോടും സംസാരിക്കുന്നില്ല. ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ വ്യക്തികൾക്കും സംഘടനാ ഭാരവാഹികൾക്കും KITF പ്രവർത്തകർക്കും എല്ലാവർക്കും City Gold, Gold and Diamonds, Kerala and Karnataka. 550D ക്വാളിറ്റി TMT സ്റ്റീൽ ബാറായ മിനാർ TMT സ്റ്റീൽ ബാർ ഉപയോഗിച്ചാൽ പിന്നെ ഏത് ആകാശം മുട്ടുന്ന ബിൽഡിംഗും കരുത്തോടെ കാലങ്ങളോളം നിലനിൽക്കും. വിശ്വാസത്തിന്റെ കാതൽ, കരുത്തിന്റെ കാവൽ. മിനാർ TMT ടെംകോർ FE 550D സ്റ്റീൽ ബാർ. മറിയം ബോഡി ലോഷന് വെല്ലുന്നൊരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിങ്ങും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷെ മുസ്കാൻ കിട്ടിയതിനു ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനെ കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും.